പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൂഗിൾ പേയിൽ നമ്മുടെ QR കോഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്ന QR കോഡ് നമുക്ക് വാട്സപ്പിലൂടെയൊക്കെ ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ അതിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾക്കൊരു സ്ഥാപനമുണ്ടെങ്കിൽ അതിൽ വെച്ചുകൊണ്ട് നമുക്ക് ട്രാൻസാക്ഷൻ നടത്താനും സാധിക്കുന്നതാണ്. ഏതൊരു UPI ആപ്പ് ഉപയോഗിച്ചും നിങ്ങളുടെ കസ്റ്റമർക്ക് ഈ ഒരു QR കോഡിനെ സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് സെൻഡ് ചെയ്യാവുന്നതാണ്. ഗൂഗിൾ പേയെ സംബന്ധിച്ചുള്ള എല്ലാ വീഡിയോകളും തന്നെ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഗൂഗിൾ പേ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാം, എങ്ങനെ അതിൽ UPI പിന്ന് ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ ഏതെല്ലാം രീതിയിൽ നമുക്ക് ട്രാൻസാക്ഷനുകൾ അതിലൂടെ നടത്താൻ സാധിക്കും, UPI പിന്ന് മറന്നുപോയാലൊക്കെ എങ്ങനെ നമുക്ക് വീണ്ടും പുതിയ പിന്ന് ക്രിയേറ്റ് ചെയ്യാം, UPI ID മുഖേനയും അതേപോലെ ഫോൺ നമ്പർ മുഖേനയും മറ്റുള്ള QR കോഡുകൾ സ്കാൻ ചെയ്തുകൊണ്ടും എല്ലാ രീതിയിലും നമുക്ക് എങ്ങനെ ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കും, അതുപോലെ ഗൂഗിൾ പേയുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എങ്ങനെ ഡിലീറ്റ് ചെയ്യാം പോലുള്ള എല്ലാ വീഡിയോകളും തന്നെ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിന്റെ തമ്പനയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ്. അതിൽ പ്രസ് ചെയ്ത് യൂസ്ഫുള്ളായ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ ഈ വീഡിയോ കൂടുതൽ പേരിൽ എത്തുന്നതാണ്. കൂടാതെ വാട്സപ്പിലും ഫേസ്ബുക്കിലൂടെയും ഒക്കെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയറും ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോകൾ യൂട്യൂബിൽ പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്നാൽ ശരി, നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം നിങ്ങൾ ഗൂഗിൾ പേ നിങ്ങളുടെ ഫോണിൽ അതിൻ്റെ ഐക്കൺ പ്രസ് ചെയ്ത് ഇതുപോലെ ഓപ്പൺ ചെയ്യുക. അങ്ങനെ ഓപ്പൺ ചെയ്ത ശേഷം സ്ക്രീനിന്റെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കണിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുക. ഇപ്പൊ ഇവിടെ താഴെ യുവർ QR കോഡ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിലൊന്നിങ്ങനെ പ്രസ് ചെയ്യുക. അപ്പൊ ഞാൻ അതിൽ പ്രസ് ചെയ്തപ്പോൾ എന്റെ QR കോഡ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഞാൻ എന്റെ QR കോഡ് ഒന്ന് ബ്ലർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ വ്യക്തമായിട്ട് കാണാത്തത്. ഇനി QR കോഡിന്റെ ആ സ്ക്രീൻ വരാൻ വേണ്ടിയിട്ട് ആ പ്രൊഫൈൽ ഐക്കൺ കൂടാതെ മറ്റൊരു വഴിയുമുണ്ട്. അതിനായിട്ട് ഇവിടെ UPI ID എന്ന് തുടങ്ങുന്ന ഒരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിലൊന്നിങ്ങനെ പ്രസ് ചെയ്താലും നമ്മുടെ QR കോഡ് ഇതേപോലെ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന സ്ക്രീനിന്റെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് തന്നെ ഒരു ഡൗൺലോഡിന്റെ ആരോ മാർക്ക് കാണുന്നില്ലേ, അതിലൊന്നിങ്ങനെ പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു ബോക്സ് നിങ്ങളുടെ ഫോണിൽ ഓപ്പൺ ആയേക്കാം. അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിലേക്ക് ഗൂഗിൾ പേയിൽ നിന്ന് ഫോട്ടോസും മീഡിയ ഫയലുകളും ഒക്കെ ആക്സസ് ചെയ്യാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് താഴെ അലോ എന്ന് കാണുന്നതിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഇവിടെ താഴെ ഡൗൺലോഡിങ് QR കോഡ് എന്ന് കാണുന്നില്ലേ, ഇപ്പൊ അത് നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അത് ഡൗൺലോഡ് ആയി കഴിഞ്ഞു. അതിപ്പോ എൻ്റെ ഫോൺ ഗാലറിയിലാണ് ഡൗൺലോഡ് ആയിരിക്കുന്നത്. അത് ഞാൻ കാണിക്കാം. അതിനു മുമ്പ് ഈ QR കോഡിനെ നമുക്ക് വേണമെങ്കിൽ വാട്സപ്പിലൂടെയും മറ്റ് മീഡിയാസുകളിലൂടെയും ഒക്കെ ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് സ്ക്രീനിന്റെ ഏറ്റവും താഴെ ഷെയർ QR കോഡ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിലൊന്നിങ്ങനെ പ്രസ് ചെയ്യുക. ഇപ്പൊ ഇവിടെ കണ്ടില്ലേ, വാട്സപ്പ്, ഫേസ്ബുക്ക് പോലുള്ള എല്ലാ മീഡിയകളും തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ വാട്സപ്പിലാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ആ വാട്സപ്പിന്റെ ഐക്കണിൽ പ്രസ് ചെയ്യുന്നു. ഇനി എനിക്ക് ഏത് കോൺടാക്റ്റിലേക്ക് വേണമെങ്കിലും എന്റെ QR കോഡിനെ ഷെയർ ചെയ്യാവുന്നതാണ്. എന്റെ തന്നെ കോൺടാക്ട് നമ്പർ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു. ഇനി ആ താഴെ കാണുന്ന ആരോയിൽ പ്രസ് ചെയ്യുകയാണ്. ഇനി ആ താഴെ കാണുന്ന സെൻഡ് ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ ആർക്കാണോ ഈ QR കോഡ് സെൻഡ് ചെയ്ത് കൊടുത്തത് അവർക്ക് ഗൂഗിൾ പേ, ഫോൺ പേ, Paytm പോലുള്ള ഏതൊരു UPI ആപ്പ് ഉപയോഗിച്ചും ഈ QR കോഡിനെ സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് സെൻഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ എൻ്റെ ഫോൺ ഗാലറി ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ദാ ഇവിടെ നിങ്ങൾക്ക് കാണാം എൻ്റെ QR കോഡ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് വേണമെങ്കിൽ പ്രിന്റ് എടുത്തിട്ട് നമ്മുടെ സ്ഥാപനങ്ങളിൽ ട്രാൻസാക്ഷനുകൾ നടത്താനായിട്ട് വെക്കാവുന്നതാണ്. അതിനായി നിങ്ങൾ QR കോഡ് ഡൗൺലോഡ് ചെയ്ത ഫോണുമായിട്ട് ഫോട്ടോസ്റ്റാറ്റ് സെന്ററുകളിലോ അല്ലെങ്കിൽ അക്ഷയയിലോ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് പ്രിന്റ് എടുത്ത് ലഭിക്കുന്നതാണ്. ഈ വീഡിയോയിൽ കണ്ട പോലെ QR കോഡ് ഡൗൺലോഡ് ചെയ്ത് അത് പ്രിന്റ് എടുത്ത് അതിനെ ലാമിനേറ്റും ചെയ്ത് ഒരു കടയിൽ വെച്ചിരിക്കുന്ന ഫോട്ടോയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. ഈ രീതിയിൽ നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിങ്ങളുടെ QR കോഡ് ഇതുപോലെ വെക്കാവുന്നതാണ്. ഏതൊരു UPI ആപ്പ് ഉപയോഗിച്ചും ഈ ഒരു QR കോഡിനെ സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ കസ്റ്റമർക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് സെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോകുന്നു. മറക്കാതെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇത്തരത്തിൽ പ്രയോജനപ്രദങ്ങളായ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുമ്പോൾ നമുക്ക് കണ്ടുമുട്ടാം. ബൈ.